ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് 923 കിലോമീറ്റർ ദൂരെയുള്ള ഡനാങ് സിറ്റിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. 925 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ബസ്സിലോ കാറിലോ വന്നാൽ ഏകദേശം 14 മണിക്കൂർ എടുക്കും. പക്ഷേ ഫ്ലൈറ്റിലാണെങ്കിൽ 1.5 മണിക്കൂറിൽ ഇനി എത്താം. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ എയർപോർട്ടിൽ നിന്ന് ഡനാങ്ങിൽ വന്നിറങ്ങി രാത്രി റൂമിൽ പോയി വിശ്രമിച്ച് പിറ്റേന്ന് രാവിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ് ഡനാങ്ങിൽ. ഇപ്പോൾ നിൽക്കുന്നത് മങ്കി മൗണ്ടൈനിലാണ്. സോൻ താര മൗണ്ടൈൻ എന്നും ഈ മൗണ്ടൈന് പേരുണ്ട്. ഒരു വലിയ മലയുടെ മുകളിലാണിപ്പോൾ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ലിങ് ഉൻ പഗോഡ അടങ്ങിയ ക്ഷേത്രം, പിന്നെ ലേഡി ബുദ്ധ സ്റ്റാച്യു. ഇത് ഈ വലിയൊരു മൗണ്ടൈൻ്റെ മുകളിലാണ്. മങ്കി മൗണ്ടൈൻ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. പണ്ട് ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇവിടെ വന്ന ഫ്രഞ്ചുകാരാണ് ഈ മലയിൽ നിറയെ മങ്കികളെ കണ്ട് ഇതിന് മങ്കി മൗണ്ടൻ എന്ന പേര് നൽകിയത്. ഫ്രഞ്ചുകാരുടെ ഭരണകാലത്ത് ഫ്രഞ്ചുകാരുടെയും അതിനുശേഷം വിയറ്റ്നാം വാർ നടക്കുന്ന സമയത്ത് US ആർമിയുടെയും ബേസ് ക്യാമ്പായിരുന്നു ഈ മങ്കി മൗണ്ടൻ എന്ന് വിളിപ്പേരുള്ള സോൻ താൻ മൗണ്ടൻ. ഇവിടെയും ആരെയും ആകർഷിക്കുന്ന വിധം നല്ല ഭംഗിയായിട്ടാണ് എല്ലാം ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് ലേഡി ബുദ്ധ സ്റ്റാച്യുവിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ ചരിവിലായിട്ടാണ് ഈ ലേഡി ബുദ്ധ സ്റ്റാച്യുവിലേക്ക് പോകുന്ന വഴി. നേരെ മുമ്പിൽ കാണുന്നത് ഒരു ബുദ്ധക്ഷേത്രമാണ്. ഇവിടെ ഈ വിയറ്റ്നാം ബുദ്ധിസ്റ്റ് രാജ്യമായതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധനെയാണ് ആരാധിക്കുന്നതെന്നുകൊണ്ട് തന്നെ ബുദ്ധക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഇവിടെ ഈ മൗണ്ടൈന് മുകളിലും ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. കാണുമ്പോഴേ അറിയാം പൗരാണിക കാലത്തെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ്. അതിന്നും മനോഹരമായിട്ട് സംരക്ഷിച്ച് വരുന്നുണ്ട്. ഒരുപാട് തദ്ദേശീയരായിട്ടുള്ളവരും വിദേശികളായിട്ടുള്ളവരും ഇവിടെ ദിവസവും സന്ദർശനത്തിനായിട്ട് വരാറുണ്ട്. ഡനാങ് എന്ന് പറയുന്ന സിറ്റി ഒരു കോസ്റ്റൽ ഏരിയ ആണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ മങ്കി മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ലിങ് ഉൻ പഗോഡയും ജയന്റ് ലേഡി ബുദ്ധയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഇവിടുത്തെ വിയറ്റ്നാമീസുകാരുടെ ആരാധനാ സ്ഥലമായതുകൊണ്ട് തന്നെ ഫ്രീ ആണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം. സോൻ ട്രാ ഡിസ്ട്രിക്റ്റിലാണ്, ഡനാങ്ങിലെ സോൻ ട്രാ ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. എല്ലാ ബുദ്ധക്ഷേത്രങ്ങളിലെ ആചാരം പോലെ തന്നെ ഇവിടെ കൈമുട്ടുകളും കാൽമുട്ടുകളും മറച്ചുള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടും ബോർഡ് വെച്ചിട്ടുണ്ട്. ഷോർട്ട് ഡ്രസ്സ് ധരിച്ച് വന്നിരിക്കുന്നവർക്ക് ധരിക്കാൻ പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ധരിച്ച് മാത്രമേ ഇതിനകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഡനാങ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റൽ ഏരിയ ആണ്. ഈ മൗണ്ടനിൽ നിന്ന് നോക്കിയാൽ വിശാലമായ കടൽ കാണാം. ഇതിൻ്റെ കരയിലായിട്ടാണ് ഡനാങ് സിറ്റി നിലകൊള്ളുന്നത്. ഈ മൗണ്ടനിൽ നിൽക്കുന്ന ഈ ബിഗ് ബുദ്ധ സ്റ്റാച്യു ഡനാങ് സിറ്റിയിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാം. അത്ര ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഇനി നമുക്ക് ആ സ്റ്റാച്യുവിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ മുന്നിൽ കാണുന്നതാണ് ജയന്റ് ലേഡി ബുദ്ധ സ്റ്റാച്യു. ഇവിടെ മാത്രം ബുദ്ധനെ ലേഡി ബുദ്ധയായിട്ടാണ് ആരാധിക്കുന്നത്. ഒരു വലിയ താമരയുടെ നടുക്ക് നിൽക്കുന്ന സ്ത്രീ രൂപത്തിലുള്ള ബുദ്ധൻ എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അത് വെച്ചിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. അതിൻ്റെ വലിയൊരു 67 മീറ്ററോളം ഉയരമുള്ളൊരു വലിയൊരു സ്റ്റാച്യു ആണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റുമായിട്ട് മരങ്ങൾക്കെല്ലാം തറകെട്ടി ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. നടപ്പാതയെല്ലാം കരിങ്കല്ല് പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ്. ഡനാങ്ങിലെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ മങ്കി മൗണ്ടൻ, പിന്നെ ഹോയാൻ, പിന്നെയുള്ളത് വന ഹിൽസ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മങ്കി മൗണ്ടനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഹോയാനിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും സമയം എടുക്കുമെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഗൈഡിനൊപ്പം താഴേക്ക് പോവാണ്. ഈ മുന്നിൽ നടക്കുന്ന 2 പേരാണ് നമ്മുടെ ഗൈഡുകൾ. അവർ 2 പേരുമാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളോട് പറഞ്ഞിരുന്ന മീറ്റിംഗ് പോയിൻ്റ് ആ താഴെ കാണുന്ന മരത്തിൻ്റെ അവിടെ വരാനാണ്. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. വണ്ടി അവിടെ കിടപ്പുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഹൊയാൻ സിറ്റി ഇവിടെ നിന്ന് 27 കിലോമീറ്റർ ഉണ്ട്. ഡനാങ്ങിൽ നിന്ന് ഹൊയാനിലേക്ക് 27 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് സമയം പോയെന്നത് അറിയുന്നില്ല. ചുറ്റുപാടുള്ള കാഴ്ച കണ്ട് ഒരുപാട് നടന്നു. ഇനിയിപ്പോൾ താഴെയുള്ള ബസ്സിൽ കയറി ഹൊയാനിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ സമുദ്രം അതിൻ്റെ സൈഡുമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഗൈഡ് നമുക്കുള്ള വണ്ടി ഏതാണെന്നാണ് കാണിച്ചു തരുന്നത്. ആ വണ്ടി കയറാനാണ് പറയുന്നത്. ഈ ബസ്സിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അപ്പുറവശമാണ്. ഇതുവഴിയാണ് കയറി പോകുന്നത്.